മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ SSLC കയറാൻ പോവാണ് അല്ലെ. 10ാം ക്ലാസ്സിൽ നിന്ന് കുറെ കാലങ്ങളായിട്ട് പലരും കേട്ടും അറിഞ്ഞും ടെൻഷനോട് കൂടി ആയിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുക. പക്ഷെ കുറച്ച് എക്സൈറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മുടെ സ്കൂളിലെ ഏറ്റവും ലാസ്റ്റ് ബാച്ചിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഇതിന്റെ ഒക്കെ ഒരു പടി കൂടെ ആയിട്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ നേരിടാൻ പോകുന്ന ബോർഡ് എക്സാം തന്നെയാണ്. കാരണം ഇന്നേ വരെ എഴുതാത്ത രീതിയിലുള്ള ആദ്യമായിട്ടാണ് കേരളം ഒട്ടാകെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ബോർഡ് എക്സാം നമ്മൾ എഴുതാൻ പോകുന്നത്. അതിൻ്റെതായ പ്രിപ്പറേഷൻസും അതിൻ്റെതായ പ്ലാനുകളും ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മിസ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ചുറ്റുമുറ്റി നിൽക്കുന്ന നമ്മുടെ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള കുറേ പേരും പ്രതീക്ഷയോടെ കാണുന്ന ഒരു വർഷം കൂടി ആയിരിക്കും ഇത്. നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും, ഇപ്പം ഫുൾ മാർക്ക് ഇതുവരെ നേടി നല്ല ബെസ്റ്റ് നിങ്ങളുടെ ഔട്ട്കം കാണിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാവാം, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളാകാം, ചിലപ്പോൾ ബിലോ ആവറേജ് ഒട്ടും പഠിക്കാതെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജയിച്ചെത്തിയവരും ഉണ്ടാവാം. ഏത് ലെവലിലുള്ള കുട്ടികളും ആയിക്കോട്ടെ, ഏത് അടിസ്ഥാനത്തിൽ പഠിക്കാൻ പറ്റാത്തവരായിക്കോട്ടെ, ആരാണെങ്കിലും ഒരു പ്രശ്നമില്ല. നമ്മുടെ ബെസ്റ്റ്, അതായത് നമ്മുടെ ഏറ്റവും എഫേർട്ടില് ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം കൊടുക്കേണ്ട ഒരു വർഷം കൂടിയാണ് ഈ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. കാരണം എല്ലാത്തിൽ നിന്നും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ വേണം. നമ്മളെ ആരൊക്കെ ചോദ്യം ചെയ്താലും, നമ്മളെ ആരൊക്കെ തളർത്താൻ നോക്കിയാലും, നമ്മുടെ ഏറ്റവും അങ്ങേയറ്റം എഫേർട്ട് എടുക്കാനും ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു SSLC എന്ന് പറയുന്നത്. അപ്പോൾ കുറെ കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ട ഒരു ടൈം കൂടിയാണ്. ഇനി അത് കഴിഞ്ഞ് +1 +2 ഒക്കെ നമുക്ക് പോവേണ്ടതാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം, ഒരു കോൺഫിഡൻസ് വേണം. എന്നെ കൊണ്ട് പറ്റും, ഇത്രയും പറ്റും എന്നുള്ള, അല്ലെങ്കിൽ അതിലുപരി എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ആരൊക്കെ ചോദ്യം ചെയ്താലും അതിനൊരു നല്ല മറുപടി കൊടുക്കാൻ നമ്മുടെ ഒരു എഫേർട്ട് തന്നെയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു പ്ലാൻ, ഒരു സ്റ്റഡി റുട്ടീൻ നമ്മൾ തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ബയോളജിയുടെ കേസ് തന്നെ മിസ് പറയുകയാണെങ്കിൽ, നമുക്ക് 8 ചാപ്റ്റേഴ്സോളം നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും കുറെ ഫിഗേഴ്സുകൾ, ടേംസുകൾ, നിങ്ങൾ ഇതുവരെ കാണാത്ത പുതിയ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നല്ലവണ്ണം ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുക, അതിന്റെ കൂടെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് നല്ലോണം സോൾവ് ചെയ്ത് പഠിക്കേണ്ടതൊക്കെ ആവശ്യമായി വരുന്നുണ്ട്. ആ രീതിയിൽ ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ, ഒരു സ്റ്റഡി റുട്ടീൻ നമ്മൾ ഇതുവരെ ചെയ്തതല്ല, ഒരു വ്യത്യസ്തമായ ചുവടുകളും അതുപോലെ തന്നെ ചെറിയ ട്രിക്കുകളൊക്കെ നമ്മൾ ഇനി എടുക്കാൻ പോവാണ്. ആ രീതിയിലുള്ള പ്ലാനിങ് നമ്മൾ തയ്യാറാക്കണം. അപ്പം അതോർത്ത് നിങ്ങൾ ടെൻഷൻ ഒന്നും വേണ്ട. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു പ്ലാൻ ഒക്കെ സെറ്റാക്കി നിങ്ങൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ 9ാം ക്ലാസ് വരെ കണ്ടവർക്ക് അറിയാം. ഇനി നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വ്യക്തമായ പ്ലാനോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. ആ പ്ലാനോട് കൂടെ നമ്മുടെ ലൈവ് ക്ലാസ്സിലൂടെയും കോണ്ടന്റ് വീഡിയോസിലൂടെയും ഒക്കെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ക്രിസ്റ്റൽ ക്ലിയർ ആക്കും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഫേർട്ട് എടുക്കണം. ഓരോ ചാപ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അത് വീട്ടിൽ നിന്ന് പഠിക്കുക, റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് നിങ്ങൾ തന്നെ അതിന്റെ കൂടെ കൊണ്ടുപോകണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും, ഇത് ടഫായ സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ ബയോളജിയുടെ കേസ് മിസ് പറഞ്ഞ പോലെ ഒരു കോൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കി, ഒരു സ്ട്രാറ്റജിക്കലായിട്ട് ഓരോ ചാപ്റ്റർ കഴിയുന്നതിന്, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പം അതിൻ്റെതായ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കി, ടേംസുകൾ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാക്കി, ആ നോട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് അതൊന്ന് സ്ട്രക്ചർ ആക്കി എഴുതി പഠിച്ചു തന്നെ പോവുക. അത് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും, സെൽഫായിട്ടൊരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു പ്ലാനിങ്ങോടുകൂടെ മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ ഞങ്ങൾ ഇവിടെ ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങോടുകൂടെ, ആ ഒരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ക്ലാസ്സിലൂടെയും നമ്മുടെ ലൈവ് സെഷനിലൂടെയും ഒക്കെ നിങ്ങൾ അതിനു വേണ്ടി സജ്ജരാക്കപ്പെടും. അപ്പോൾ ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, മിസ്സേ ഞങ്ങൾ റെഡിയാണ്. ഇനിയുള്ള കാലം ഈ ഒരു അക്കാദമിക് ഇയർ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചും രസിച്ചും നമ്മൾ ഒരു ടെൻഷനും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് 100% ക്വാളിറ്റിയോടെ പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഈ ഒരു ചാലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. റെഡിയാണ് മിസ്സേ, നല്ല രീതിയിൽ ഈ ഒരു സൈലത്തിന്റെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളും റെഡിയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, ഇതേപോലെ തന്നെ ഈ ഒരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകാൻ. അപ്പം എല്ലാവരെയും വീണ്ടും മിസ് വെൽക്കം ചെയ്യാണ്. ഒരു കട്ട സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് തന്നെ മുന്നേറും, ഒന്നിച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോകും. സോ ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്.